ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഞാനും അമ്മയും കുഞ്ഞുങ്ങളും കൂടെ ആലപ്പുഴ ടൗൺ വരെ പോകുന്ന വീഡിയോ ആണ്. വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഇന്നാണ് എഡിറ്റ് ചെയ്തിടാൻ പറ്റിയത്. അങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് ഓട്ടോയിലാണ് ഞങ്ങൾ പോയത്. ആലപ്പുഴ ടൗണിൽ പോയി ആദ്യം തന്നെ അമ്പലത്തിലോട്ട് കൊടുക്കാൻ 2-3 വിളക്ക് വാങ്ങിച്ചു. വിളക്കും വാങ്ങിച്ച് ഞങ്ങൾ നേരെ കോഫി ഹൗസിലോട്ടൊരു നടത്തം തുടങ്ങി. എപ്പോൾ നാട്ടിൽ ചെന്നാലും കുട്ടിപ്പട്ടാളങ്ങളൊത്ത് ആലപ്പുഴയിലെ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി മസാല ദോശ കഴിക്കുന്നത് സ്ഥിരം പതിവാണ്. വേറെ എവിടെ പോയാലും കോഫി ഹൗസിൽ പോയിരുന്ന് കഴിക്കുന്ന മസാല ദോശയുടെ ആ ഒരു രുചി എഫക്റ്റ് എന്തോ ഞങ്ങൾക്ക് വേറെ എവിടെയും പിടിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ നേരെ കോഫി ഹൗസിലോട്ട് വെച്ച് പിടിച്ചു. കുട്ടിപ്പട്ടാളങ്ങൾ അവരുടേതായിട്ടുള്ള കൊച്ചു വർത്തമാനങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അമ്മ തൊട്ട് പുറകെ തന്നെ അവരുടെ കൂടെയുണ്ട്. മുല്ലപ്പൂവൊക്കെ കണ്ടിട്ട് ആർക്കും യാതൊരു ആവേശവുമില്ല. പൂ വേണമെന്ന് വെച്ചിട്ട് പൂവൊന്നും വേണ്ട, എങ്ങനെയെങ്കിലും കോഫി ഹൗസിലെത്തിയാൽ മതി. അപ്പോൾ ഞങ്ങൾ നേരെ കോഫി ഹൗസിലോട്ടുള്ള നടത്തമാണ്. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് അവിടെ എത്തിയാൽ മതിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് അതിനെ പറയുന്നുണ്ട്, പോകുന്ന വഴിക്ക് വെള്ളിക്കട കാണുവാണെങ്കിൽ അമ്മ എനിക്കൊരു പാദസരം വാങ്ങിച്ചു തരണം, എൻ്റെ പാദസരം പൊട്ടി. എൻ്റെ കോഫി ഹൗസിൻ്റെ അടുത്ത് തന്നെ ഒരു സിൽവർ കടയുണ്ടായിരുന്നു. അവിടെ കയറി എന്നാൽ അയനയ്ക്ക് ഒരു പാദസരം കൂടെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ അവിടെ കയറി അയനയ്ക്ക് പാദസരവും വാങ്ങിച്ചു. നേരെ കോഫി ഹൗസിലോട്ട് കയറി. അവിടെ കയറിക്കഴിഞ്ഞാൽ 4 പേരും പോയി സീറ്റ് പിടിച്ചു. ചെന്ന ഉടനെ നമ്മൾ ഓർഡറൊന്നും ചെയ്യേണ്ട, അവരിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവർ ഓർഡർ ചെയ്തോളും. അങ്ങനെ 4 പേര് മസാല ദോശ പറഞ്ഞു. അതിനകത്ത് 2 പേർക്ക് പിന്നീട് നെയ്റോസ്റ്റ് മതിയെന്നും മാറ്റിയെടുത്തു. പിന്നെ ഞങ്ങൾ അതിന് ശേഷം മസാല ദോശ കഴിഞ്ഞതിന് ശേഷം ചെറുതെന്നോട് ചപ്പച്ചി ഒരു ഷാർജ. അങ്ങനെ പിന്നീട് ഞാനൊരു 4 ഷാർജയും കൂടെ അവർക്ക് ഓർഡർ ചെയ്തു. ഷാർജയിൽ ചെറുത് 2 എണ്ണങ്ങൾക്ക് ഐസ്ക്രീം വേണ്ടാന്ന് പറഞ്ഞു. ശബരിമലയ്ക്ക് പോകാൻ അവർ മാല ഇട്ടത് കൊണ്ട് അവർക്ക് ഐസ്ക്രീം ഇല്ലാത്ത ഷാർജയാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു 2 പേർക്കും. എങ്കിലും വഴക്കും കാര്യങ്ങളൊന്നുമില്ല. കാര്യങ്ങൾ 2 പേർക്കും അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല അമ്മേ, ഞങ്ങൾ ഐസ്ക്രീം ഇല്ലാത്ത ഷാർജ കുടിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിമാർക്ക് 2 പേർക്കും ഐസ്ക്രീം ഇട്ട ഷാർജയും എനിക്കും അമ്മയ്ക്കും ഐസ്ക്രീം ഇട്ട ഷാർജയും അവിടെ ഇരുന്ന് കുടിച്ചിട്ട് അങ്ങനെ വർത്തമാനം പറയുന്നതാണ്. 4 പേരും കൂടെ. ഷാർജയിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പച്ചി എന്നൊക്കെ പറയണം. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ മുല്ലയ്ക്കൽ അമ്പലത്തിലോട്ട് വന്നു. കുറേ വർഷങ്ങളായി അവിടെ കയറി തൊഴുതിട്ട്. വല്ലപ്പോഴും നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ ഇതൊക്കെ പറ്റുള്ളൂ. അവിടെ പോയി തൊഴുത് അവിടുത്തെ എപ്പോൾ ചെന്നാലും നമുക്കവിടെ ബാലകൃഷ്ണനെ കാണുന്നതാണ്. ബാലകൃഷ്ണൻ ആനയാണ്. ഈ വട്ടം ചെന്നപ്പം അവനെ കാണാൻ പറ്റിയില്ല. അവൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ അവൻ ലോകത്തോട് തന്നെ വിട പറഞ്ഞിരുന്നു. അങ്ങനെ അവനെ കാണാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. ഞങ്ങൾ തൊഴുതിട്ട് നിൽക്കുമ്പോൾ ചേച്ചി അനിയത്തിയും കൂടെ ചന്ദനം തൊട്ടിട്ടില്ല എന്നും പറഞ്ഞ് തിരിച്ചു പോയി ചന്ദനം തൊട്ടിട്ട് വരുന്ന കാഴ്ചയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭഗവാനെയും കണ്ട് തൊഴുത് ഇവിടെ എല്ലാം ഒന്ന് കറങ്ങിക്കാണണമെന്ന് എനിക്ക് തോന്നി. എത്ര നാൾ കൂടിയിട്ടറിയാം. ഇതൊക്കെ നാട്ടിലുള്ള സമയത്ത് ഞാൻ ഇവിടെ എല്ലാ ആഴ്ചയും വന്ന് ഞാനും അമ്മയും കൂടെ സ്കന്ദഷഷ്ടിക്കൊക്കെ വരുന്നതാണ് ഈ അമ്പലത്തിൽ. അതൊക്കെ പണ്ടത്തെ ഓർമ്മകൾ. ഇപ്പം എത്ര നാളായി അതിനൊക്കെ പോയിട്ടും കൂടിയിട്ടും ഒക്കെ. അങ്ങനെ നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ മാക്സിമം ഇവിടെയൊക്കെ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റുമോ അത്രത്തോളം ഞാൻ അമ്മയും മക്കളും ഒക്കെ ആയിട്ട് എനിക്ക് പോകാൻ പറ്റുന്നിടത്തോളം ഞാൻ പോകും ഇവിടെ.